ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇത് 5ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 10ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും പേജിനകത്തുള്ള പോർഷൻസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസസ് നോക്കിക്കേ. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് ആണ് ശരിക്കും ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കുറേ സംഖ്യാശ്രേണികളെ പറ്റിയിട്ടാണ് പഠിച്ചത്, അതായത് കുറേ സീക്വൻസസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ സീക്വൻസ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസ് എന്താണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിക്കേ, നമുക്ക് പലതരത്തിലുള്ള സംഖ്യാശ്രേണികൾ അറിയാം. അതിൽ കുറച്ച് സംഖ്യാശ്രേണികൾ ടീച്ചർ ഇവിടെ എഴുതിയിടാൻ പോവാണ്. ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകൾ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. 2, 4, 6, 8, 10 ഇങ്ങനെ പോകും അല്ലേ. അടുത്തത് ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ് പറഞ്ഞേ. 1, 3, 5, 7, 9, 11 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഖ്യാശ്രേണി നമുക്ക് നോക്കാം, ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ പകുതി. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ വരും. നമുക്ക് അരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹാഫിൻ്റെ കൂടെ ഒരു ഹാഫ് കൂട്ടുമ്പോൾ 1, 1ൻ്റെ കൂടെ ഒരു ഹാഫ് കൂട്ടുമ്പോൾ 1/2 അഥവാ 1.5. അടുത്ത് 2, പിന്നെ 2.5 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മളിവിടെ ഒരു ടേബിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ടേബിളാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിനകത്ത് ഒരു റൂള് പറയുന്നുണ്ട്, സെക്കൻഡ് കോളത്തിനകത്ത് എന്ത് പറയുന്നുണ്ട്, അതിൻ്റെ സീക്വൻസും പറയുന്നുണ്ട്. ഫസ്റ്റ് കോളത്തിലെ റൂള് നോക്കിക്കേ. ഒന്നാമത്തെ നമ്മൾ നോക്കുകയാണ്, സ്റ്റാർട്ട് ഫ്രം 2 ആൻഡ് സക്സസീവ്ലി ആഡ് 2. അപ്പോൾ 2ൽ നിന്ന് തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 വെച്ച് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ശ്രേണി 2, 2ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4, 4ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 6. അടുത്ത നോക്കിക്കേ, സ്റ്റാർട്ട് ഫ്രം 1 ആൻഡ് സക്സസീവ്ലി ആഡ് 2, അതായത് 1ൽ തുടങ്ങി വീണ്ടും 2 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1, അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3, 3ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോൾ 5, 5ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 7, അങ്ങനെ പോകും. അടുത്തത് എങ്ങനെയാണ്? സ്റ്റാർട്ട് ഫ്രം 1/2 ആൻഡ് സക്സസീവ്ലി ആഡ് 1/2, അതായത് അരയിൽ നിന്ന് തുടങ്ങി വീണ്ടും അര കൂട്ടുക. അപ്പോൾ അര, അതിൻ്റെ കൂടെ ഒരു അര കൂടെ കൂട്ടുമ്പോൾ 1, 1ൻ്റെ കൂടെ ഒരു അര കൂടെ കൂട്ടുമ്പോൾ 1.5. അടുത്ത എന്താണ്? സ്റ്റാർട്ട് ഫ്രം 360 ആൻഡ് സക്സസീവ്ലി ആഡ് 0. 360ൽ നിന്ന് തുടങ്ങി, അതായത് 360ൽ തുടങ്ങി വീണ്ടും 0 കൂട്ടുക. അപ്പോൾ 360 + 0 360, 360 + 0 360. അടുത്തെന്താ പറയുന്നത്? സ്റ്റാർട്ട് ഫ്രം 95 ആൻഡ് സക്സസീവ്ലി ആഡ് -5, അതായത് 95ൽ തുടങ്ങി വീണ്ടും -5 കൂട്ടുക. അപ്പോൾ -5 കൂട്ടുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക? ആദ്യം 95, അടുത്ത ടേം എന്താ? 95 - 5. അടുത്ത ടേം എന്താ? 95 - 5 എന്ന് പറയുന്നത് 90 ആണല്ലോ. വീണ്ടും 90ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 85. വീണ്ടും 85ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 80. വീണ്ടും 80ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 75. ഇങ്ങനെയാണ് ആ ഒരു സീക്വൻസ് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ നമ്മളിപ്പം എഴുതി ഇട്ടിരിക്കുന്ന ഓരോ സംഖ്യാശ്രേണിക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്നു അല്ലേ. ഒരു സംഖ്യയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, എന്നിട്ട് അടുത്ത സംഖ്യ കിട്ടാനായിട്ട് ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ, സീക്വൻസ് സ്റ്റാർട്ടിംഗ്
with a number and proceeding by adding one number again and again is called arithmetic sequence. അപ്പോൾ arithmetic sequence എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കെട്ടുന്ന ശ്രേണിയെ നമ്മൾ സമാന്തര ശ്രേണി അഥവാ arithmetic sequence എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ എല്ലാ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി നിശ്ചിതമായിട്ടുള്ളൊരു സംഖ്യ വെച്ച് നമ്മൾ കൂട്ടിക്കൂട്ടിയാണ് അടുത്ത പദങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ടീച്ചറോട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഇതിൻ അരിത്തമെറ്റിക് സീക്വൻസ് the same number is added to go from any term to the next. This can be put like this also. In an arithmetic sequence the same number is subtracted to go from any term to the previous term. This term got by subtracting the previous term from any term is called the common difference of the sequence. അതായത് നമുക്ക് ഇവിടെ എഴുതാം, എന്താണ് കോമൺ ഡിഫറൻസ് നോക്കിക്കേ. കോമൺ ഡിഫറൻസിന് മുന്നേ നമുക്ക് ടേംസ് എന്താന്ന് പറയാം. ദ numbers in a sequence are called the numbers in a sequence are called terms of the sequence. ഓക്കെ, അപ്പം നമ്മൾ ഇരട്ട സംഖ്യകളുടെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ 2, 4, 6, 8 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുക. ഇതിൽ ഓരോ നമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ടേംസ് എന്ന് പറയുന്നു. മലയാളത്തിൽ ഇവയെ പദങ്ങൾ എന്നാണ് പറയുന്നത്, പദം. ഓക്കെ, ഇനി മനസ്സിലായല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ അര വെച്ച് ടീച്ചർ കൂട്ടുവാണ്. അപ്പോൾ 1, അടുത്ത പദം 1.5, അടുത്ത 2. ഇതിൽ ഓരോ ടേംസ് അര, 1, 1.5, 2 ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ടേംസ് ഓഫ് ദ സീക്വൻസ് അഥവാ പദം എന്നാണ് പറയുന്നത്. അപ്പോൾ അര എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ടേം ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ടേം. അപ്പോൾ 1 എന്ന് പറയുന്നതോ അത് സെക്കൻഡ് ടേം ആണ്. 1.5 അത് തേർഡ് ടേം ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്? ആ സീക്വൻസിൻ്റെ ഫോർത്ത് ടേം ആണ്. അപ്പോൾ ടേം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സെയിം നമ്പർ ഈസ് ആഡഡ് ടു ഗ്രോ ഫ്രം എനി ടേം ടു ദ നെക്സ്റ്റ്. അല്ലേ, ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലോട്ട് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിശ്ചിത സംഖ്യ നമ്മൾ കൂട്ടണം അല്ലേ, അല്ലെങ്കിൽ കുറയ്ക്കണം. കൂട്ടുക മാത്രമല്ല, ചില സീക്വൻസിൽ നമ്മൾ കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ സീക്വൻസ് നമ്മൾ എടുക്കുകയാണ് 90. ഇതിൽ നിന്നൊരു 5 കുറച്ച് നമ്മൾ എഴുതുക. 90 - 5 85, 85 - 5 80, 80 - 5 ചെയ്യുമ്പോഴത്തേക്കും 75. അപ്പോൾ ഈ ഒരു സീക്വൻസ് നോക്കുമ്പോൾ നമ്മൾ എത്ര വെച്ചാണ് കൂട്ടുന്നത്? കൂട്ടുകയല്ല, കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -5 വെച്ച് നമ്മൾ കൂട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? -5 കൊണ്ട് കുറയ്ക്കുന്നു. 90 നിന്ന് -5 കുറയ്ക്കുക എന്നുള്ളതല്ല, 90 നിന്ന് 5 കുറയ്ക്കുന്നു, അല്ലെങ്കിൽ 90ൻ്റെ കൂടെ -5 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പദങ്ങളാണ് 85, 80, 75 ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പദത്തിൻ്റെ കൂടെ ഒരു സംഖ്യ നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സെയിം നമ്പർ ഈസ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് സെയിം നമ്പർ, ഒരേ സംഖ്യ, സെയിം നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. ഒന്നുകിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ദ നമ്പർ ഗോട്ട് ബൈ സബ്ട്രാക്ടിങ് ദ പ്രീവിയസ് ടേം ഫ്രം എനി ടേം ഈസ് കാൾഡ് കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, പൊതുവ്യത്യാസം. ഇപ്പോൾ നമ്മളിപ്പോൾ 2, 4, 6, 8, 10 ഓക്കെ, ഈ 2ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴല്ലേ 4 കിട്ടുന്നത്? അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, 4ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 4 - 2 = 2. ഇത് തന്നെയല്ലേ 6 - 4 ചെയ്യുമ്പോഴും കിട്ടുന്നത്? ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ച് കിട്ടുന്ന ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 85 - 90 85 - 90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -5 കിട്ടുന്നത്. ഇതേ വാല്യൂ തന്നെ 80 - 85 ചെയ്താലും നമുക്ക് കിട്ടുന്നത് -5 തന്നെയാണ്. അപ്പോൾ ഈ സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാലോ.
നമുക്ക് ആ ഡെഫിനിഷൻ പഠിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ നമ്പർ got by subtracting the previous term from any term. Previous term from any term is called common difference. Is called common difference of the arithmetic sequence. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? പൊതുവ്യത്യാസം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾ എടുത്തു. അവിടുത്തെ കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. 10, 13, 16, 19, 22. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ടീച്ചർ CD എന്ന് പറഞ്ഞിട്ട് എഴുതുവാണേ. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാ? 13 - 10 എത്ര വരും? 3 അല്ലേ? ഇത് തന്നെയല്ലേ 16 - 13 ചെയ്യുമ്പോഴും കിട്ടുന്നത്? 3 ആണല്ലോ. അടുത്തൊരു സീക്വൻസ് എഴുതാം. 10, 7, 4, 1, -2. കോമൺ ഡിഫറൻസ് എത്രയാണ്? ഒന്നാമത്തേത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര കിട്ടും? 7 - 10. 7 - 10 എത്രയാ? -3 ആണല്ലേ. അപ്പോൾ 7 ചെറുതീന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 10 - 7 ചെയ്യുമ്പോൾ 3. എന്നിട്ട് ഇവിടുത്തെ വലുതിൻ്റെ സൈൻ എത്രയാ? -10 ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ -3. ഓക്കെ, 7 - 10 -3. 10 - 7 3. 7 - 10 -3. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാ? -3. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1, 4, 7 എക്സെട്ര. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 - 1. എത്രയാണ് 4 - 1? 3 ആണ്. 7 - 4. 7 - 4 കോമൺ ഡിഫറൻസ് എത്ര? 3 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ നമുക്ക് നോക്കാവേ. Now let us look at those natural numbers which do not leave a remainder 1 on division by 3. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ് നോക്കിക്കേ. നാച്ചുറൽ numbers which do not leave a remainder 1 on division by 3. Natural numbers which do not leave a remainder 1 on division by 3. അപ്പോൾ അങ്ങനെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ 1 നമ്മൾ എടുക്കുകയാണ്. 1 എടുക്കുകയാണ്. 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏതൊക്കെയാണ്. 1, 2, 3, 4, 5, 6, 7 എക്സെട്ര. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ 1 ഒന്ന് ശിഷ്ടമായിട്ട് വരാത്ത നാച്ചുറൽ നമ്പേഴ്സ് എപ്പോഴാ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരാത്ത സംഖ്യകളുടെ ശ്രേണിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സംഖ്യയായിട്ടുള്ള 1 എടുക്കുകയാണ്. 1ന് 3 കൊണ്ട് ഹരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1 എന്താണ്? റിമൈൻഡർ ആയിട്ട് തന്നെ ഇരിക്കും. സോ 1 എന്ന് പറയുന്ന ആ ശ്രേണിയിലെ നമ്പറാണ്, സംഖ്യയാണ്. അടുത്ത സംഖ്യ ഏതായിരിക്കും? അടുത്ത സംഖ്യ നമുക്ക് എണ്ണൽ സംഖ്യ 2 എടുക്കാം. അപ്പോൾ 2നെ ടീച്ചർ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഒരു കാര്യമുണ്ട് ഇവിടെ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ 1 അല്ലേ. 1 റിമൈൻഡർ ആയിട്ട് വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സംഖ്യ വരുമോ? വരത്തില്ല. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ, ആ ശ്രേണിയിലെ ഒന്നാമത്തെ സംഖ്യ 1 വരത്തില്ല.
ഇത് 2. അപ്പോൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഖ്യ വരും 2. അടുത്ത് 3 എടുക്കുവാണ്. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുക? 1 3 3. റിമൈൻഡർ 0 ആണ് വരുന്നത്. 1 ആണോ ഇവിടെ വരുന്നത്? റിമൈൻഡർ 0 ആണ് വരുന്നത്. അതുകൊണ്ട് ആ സംഖ്യ വരും. നമുക്ക് അടുത്ത സംഖ്യ ഏതാണ്? 4. 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 1 3 3. റിമൈൻഡർ 1. അപ്പോൾ റിമൈൻഡർ 1 വരുന്നത് കൊണ്ട് 4 എന്ന് പറയുന്ന സംഖ്യ ഈ ഒരു ശ്രേണിക്കകത്ത് വരത്തില്ല. അടുത്ത് നമ്മൾ ഇതെടുക്കാൻ പോവാണ്, 5 എടുക്കാൻ പോവാണ്. അപ്പോൾ 5നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 3 3. റിമൈൻഡർ 2 ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സംഖ്യനെ ഇവിടെ ഉൾപ്പെടുത്താം. അടുത്ത് 6 എടുത്തേ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 3 6. റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് നമുക്ക് ആ സംഖ്യനെ എടുക്കാം. അടുത്ത് 7. 7ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 3 3. 2 3 6. അപ്പോൾ 2 3 6. വീണ്ടും റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. അതുകൊണ്ട് 7 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത് 8 എടുത്തേ. 8 എടുക്കുമ്പോഴത്തേക്കും 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 6. ശിഷ്ടം 2 ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സംഖ്യ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. 2 ഇവിടെ എഴുതാം. 2 3 5 6 8 എക്സെട്ര. ഓക്കെ. ഇനി ഈ ഒരു ശ്രേണി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിലേ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് എടുക്കാം. സെക്കൻഡ് ടേം ആയിട്ടുള്ള 3നെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അന്നേരം നമുക്ക് 3 - 2 1 ആണ് കിട്ടുന്നത്. അടുത്ത തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം. 5 - 3 ചെയ്യാം. എത്രയാണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. അടുത്ത് 6 - 5 ചെയ്യാം. 6 - 5 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. ഇതൊരു ശ്രേണിയാണ് അല്ലേ? പക്ഷെ എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഒരു സമാന്തര ശ്രേണിയല്ല. സമാന്തര ശ്രേണിയാണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് തുല്യമായിരിക്കും, പൊതുവ്യത്യാസം തുല്യമായിരിക്കും. ഇവിടെ പൊതുവ്യത്യാസം തുല്യമല്ല. ഓക്കെ. അതുകൊണ്ട് ഇത് എന്തല്ല? ഹിയർ ദിസ് സീക്വൻസ് ഈസ് നോട്ട് എൻ AP. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സീക്വൻസ് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ്, ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതുപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയാണ്: ഇഫ് ദ remainder on dividing a number by 3 is not 1, it can be either 0 or 2. ഓക്കെ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു നമുക്ക് ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഫ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 3 is not 1, it can be either 0 or 2 വരുന്ന ആ സീക്വൻസ് അതാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് തന്നെയാണ് അല്ലേ? ഇവിടെ നമുക്ക് റിമൈൻഡർ ഒന്നുകിൽ എന്ത് വരും? 0 അല്ലെങ്കിൽ 2 ആണ് ഇവിടെ റിമൈൻഡർ ആയിട്ട് വന്നേക്കുന്നത്. റിമൈൻഡർ ഒരിക്കലും എന്ത് വരത്തില്ല? 1 വരാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കേസാണ് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയത്. ഓക്കെ. ഇനി നോക്കിക്കേ, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞു നിർത്തിയേക്കുന്ന പോർഷനാണ് കേട്ടോ. ഇനി നമ്മൾ ഇനി അടുത്തൊരു സീക്വൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ റൈറ്റ് ഡൗൺ those leaving remainder 0 and those leaving remainder 2 separately. Are they arithmetic sequence?
sequence. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദോസ് leaving റിമൈൻഡർ 0 ആൻഡ് ദോസ് leaving റിമൈൻഡർ 2 സെപ്പറേറ്റ്ലി ആർ ദി അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ ഒരു സീക്വൻസ്, സെയിം തന്നെയാണ് കേട്ടോ ഇവിടെയും നമ്മുടെ ആൻസർ ആയിട്ട് ആക്ച്വലി വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് ഇങ്ങനെ നോക്കാം. റൈറ്റ് ഡൗൺ ദോസ് leaving റിമൈൻഡർ 0 and those leaving remainder to separately are the arithmetic sequence. എപ്പോഴാ on dividing by 3 എന്ന് കൂടെ ഉണ്ട്. on dividing by 3 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശേഷം 0യോ അല്ലെങ്കിൽ 2ഓ കിട്ടുന്ന ആ ഒരു സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചോദിച്ചേക്കുന്നത്. ആണോ? അല്ല, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണത്. സീക്വൻസ് ഇങ്ങനെയാണ് വരുന്നത്: 2 3 5 6 8 പിന്നെ 9 11 12 14 ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത് കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു 2 പിന്നെ 3 പിന്നെ അത് കഴിഞ്ഞിട്ട് 3ൻ്റെ കൂടെ 2, 2ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3 കിട്ടും. 3ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോഴത്തേക്കും 5, വീണ്ടും 1 കൂട്ടുമ്പോൾ 6, വീണ്ടും അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴത്തേക്കും 8. പിന്നെ അടുത്ത സംഖ്യ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 8ൻ്റെ കൂടെ 1 കൂട്ടണം. അടുത്ത സംഖ്യ കിട്ടാൻ 9ൻ്റെ കൂടെ 2 കൂട്ടണം. അങ്ങനെ ഇടവിട്ട് 1ഉം 2ഉം കൂട്ടിയാണ് നമുക്ക് ആ സീക്വൻസ് കിട്ടുന്നത്. ഇതൊരു AP ആണോ? അല്ല. നമ്മൾ പഠിച്ചതാണ്. ഇതെന്തല്ല? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇതൊരു സീക്വൻസ് ആണോ? അതെ, ഇതൊരു സീക്വൻസ് ആണ്. പക്ഷേ ഇത് എന്തല്ല? സമാന്തര ശ്രേണി അല്ല. സമാന്തര ശ്രേണി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവയുടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ കോമൺ ഡിഫറൻസ് തുല്യമാണോ? അല്ല. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവായിട്ടുള്ളൊരു വ്യത്യാസമല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സീക്വൻസ് ആണ്, പക്ഷേ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇന്ന് നോക്കിയത് 10, 11, 12 പേജിലുള്ള പോർഷൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ നോക്കി, എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളതും പഠിച്ചു, എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.